കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരോടും പറയാതെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരുന്നു. അപ്പം അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്യുന്നതിന് ഞങ്ങളാരും എതിരല്ല. അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നൽകണമെങ്കിൽ അതിനാരും എതിരല്ല. പക്ഷെ കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് യാതൊരു വിധത്തിലും ആരോഗ്യ മേഖലയിൽ നീതി കിട്ടാത്തൊരു കാലത്ത് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ അതിനൊരു പരിഹാരം കൂടി ഉണ്ടാക്കേണ്ടതായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ പിടിപ്പുകേട്, ആരോഗ്യ വകുപ്പിൻ്റെ പിടിപ്പുകേട് പരിഹരിച്ചിട്ട് വേണമായിരുന്നു അദ്ദേഹം പോകാൻ. കുറഞ്ഞ രീതിയിൽ മന്ത്രി വീണ ജോർജിൻ്റെ രാജിയെങ്കിലും വാങ്ങിച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയുമായിരുന്നു. വാസ്തവത്തിൽ ഞാൻ കരുതിയത് അദ്ദേഹം അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് മന്ത്രിയുടെ രാജി എഴുതി വാങ്ങിക്കുമെന്നാണ്. ഇത്രയും വലിയ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്ത, ഇത്രയും വലിയ അനാസ്ഥ കാട്ടിയ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏതായാലും അമേരിക്കയിലും UK ഒന്നും പോയി ചികിത്സിക്കാൻ കഴിയത്തില്ലല്ലോ. അവരുടെ കാര്യം കൂടി ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇന്നലെ പാർട്ടി സെക്രട്ടറി വളരെ നിഷേധാത്മകമായ നിലയിലാണ് പറഞ്ഞത്. ഞങ്ങൾ സുനിൽക്ക് അനുകൂലം പറഞ്ഞിട്ടാണ് ഈ സമരം ചെയ്യുന്നതെന്ന്. ഇവിടെ എന്തൊരു മര്യാദകേടുകളാണ് വിളിച്ചു പറഞ്ഞത്. ഈ നാട്ടിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി സർവീസിലുള്ളൊരു ഡോക്ടർ തന്നെ വളരെ വിശദമായി ആരോപണം ഉന്നയിച്ചു. സുനിൽക്ക് അനുകൂലം പറഞ്ഞിട്ടാണോ ഈ ആരോപണം ഉന്നയിച്ചത്? ആ ഡോക്ടർ അത് പറയാനുള്ള കാരണം എന്താണ്? സഹികെട്ടാണ് പറഞ്ഞത്. പാവപ്പെട്ട രോഗികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവർക്ക് ഓപ്പറേഷൻ നടത്താൻ കഴിയുന്നില്ല, ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല, മരുന്നില്ല, ഉപകരണങ്ങളില്ല, കാലപ്പഴക്കം ചെന്ന ഉപകരണം, ഈ കാര്യങ്ങളെല്ലാം ആ ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ ആ ഡോക്ടറെ എന്തുമാത്രം ആക്ഷേപിച്ചു. അത് കഴിഞ്ഞാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ 2 മന്ത്രിമാർ സന്ദർശിക്കുന്ന വേളയിലാണ്, അതിന് തൊട്ട് മുമ്പ് ആണ് ഒരു പഴയ കെട്ടിടം പൊളിഞ്ഞു വീണത്. അപ്പോഴും ഇവർ പറയുന്ന ആർക്കും പരിക്കില്ലെന്ന്. ഒരു പാവപ്പെട്ട സ്ത്രീ അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു അതിനകത്ത് കിടന്ന്. ആ ഇടിഞ്ഞ കെട്ടിടത്തിനകത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. ഇത്രയും നിരുത്തരവാദപരമായ കാര്യങ്ങൾ ചെയ്ത മന്ത്രിയുടെ രാജി വാങ്ങിച്ചിട്ട് വേണമായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങളാരും മുഖ്യമന്ത്രി വിദഗ്ധ ചികിത്സയ്ക്ക് പോകുന്നതിനെതിരല്ല. പക്ഷേ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൂടി മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ ഉത്തരവാദിയാണ് മുഖ്യമന്ത്രി എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീണ ജോർജ് സ്വയം മുന്നോട്ട് വന്ന് രാജിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദേശാഭിമാനി ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നത് മരണവ്യാപാരികളുടെ ആവാസം നടത്തുന്നത്. അതിൽ പറയുന്നത് മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും പച്ച നുണയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അതിൻ്റെ പേരിൽ അനാവശ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. അനാവശ്യമായ പ്രതിഷേധമാണോ? ജനങ്ങൾ ഈ രാജ്യത്ത് സംസ്ഥാനത്ത് നടക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയ ജനങ്ങൾക്ക് ഇന്ന് വിദഗ്ധ ചികിത്സ കിട്ടുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ പോകുന്നത് എന്തിനാണ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് റെഫർ ചെയ്യുന്ന രോഗികൾ, മെച്ചപ്പെട്ട ചികിത്സ കിട്ടാൻ ആഗ്രഹിക്കുന്ന രോഗികളല്ലേ പോകുന്നത്. അവിടെയൊക്കെ ചെന്നാൽ ആളുകൾക്കുണ്ടാകുന്ന ദുരന്തമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷത്തെയും ആക്ഷേപിക്കുന്ന ഈ നടപടിയോട് ജനങ്ങൾ പൊറുക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പറഞ്ഞത് നിപ്പ ബാധിച്ച മുഴുവൻ ആളുകളും മരിച്ചു എന്നൊരു വ്യാജ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചു. നിപ്പ ബാധിച്ച ആളുകളെല്ലാം മരിച്ചില്ലല്ലോ. മരിച്ചോ? നിപ്പയിൽ നിന്ന് എനിക്കറിയില്ല അദ്ദേഹം എന്താ പറഞ്ഞതെന്ന്. നിപ്പയെ നമ്മളെല്ലാവരും കൂടി ചേർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പം പല സ്ഥലത്ത് ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ നിന്ന് നമ്മൾ ഓടിച്ചു വിട്ട പല രോഗങ്ങളും ഇപ്പം തിരികെ വരികയാണ്. കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചത് വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യരംഗത്തെയും കണ്ടുകൊണ്ടാണ്. പല രോഗങ്ങളും തിരിച്ചു വരികയാണ്. അതെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർത്ത് തരിപ്പണമാക്കി അഴിമതിയുടെയും കൊള്ളയുടെയും കേന്ദ്രമാക്കി മാറ്റിയത് ഈ ഗവൺമെൻറ്റാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ പർച്ചേസുകളെ സംബന്ധിച്ച് ഒരന്വേഷണം ഏറ്റവും അടിയന്തരമായി ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു.
CNTG റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്.